വയനാട് ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിൽ തിരച്ചിൽ തുടരുന്നു. ചാലിയാറിന്റെ തീരങ്ങളിലും മറ്റു മേഖലകളിലുമാണ് ഇന്ന് തെരച്ചിൽ. ഇരുട്ടുകുത്തി മേഖലയിൽ നിന്ന് ഒരു മൃതദേഹ ഭാഗം തെരച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് ജില്ലയിലെത്തും. രാവിലെ ആരംഭിച്ച തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ചാലിയാറിന്റെ തീരത്ത് നിന്ന് നാട്ടുകാരാണ് ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തിയത്. പരപ്പൻപാറ വനമേഖലയിൽ പരിശീലനം നേടിയവരും പാണൻകായ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെയാണ് തെരച്ചിൽ. പുഞ്ചിരിപ്പറ്റ മുതൽ ചൂരൽമല വരെയുള്ള മേഖലകളിലും സമാന്തരമായി സന്നദ്ധ പ്രവർത്തകരും വിവിധ സേനാ വിഭാഗങ്ങളും തെരച്ചിൽ തുടരുകയാണ്. സൂചിപ്പാറ മേഖലയിൽ തെരച്ചിൽ കേന്ദ്രീകരിക്കുമെന്ന് ADGP അജിത് കുമാർ പറഞ്ഞു. തെരച്ചിൽ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിവർ ഭാഗത്തുമാണ്. മുകളിലോട്ട് ഉള്ള എല്ലാ പോർഷൻസും ഓൾമോസ്റ്റ് അവിടുത്തെ ആൾക്കാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തെരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ മെയിനായിട്ട് സ്ഥലത്തുനിന്ന് ബോഡി കാണാനുള്ള സാധ്യത കുറവാണ്. ഇനി ഒരുപക്ഷെ ആ ചളിയിൽ വല്ല പോയിന്റ് എടുപ്പണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ദിവസം മഴ വരികയാണെങ്കിൽ ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് മുകളിലുള്ള സാധ്യത ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ കുറവാണ്. അപ്പോൾ താഴോട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇന്നും താഴെ നിന്നൊരു ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ബോഡീസ് ഇനി അവൈലബിൾ താഴെയായിരിക്കും, പുഴയിൽ ഭാഗത്താണ്. അതേസമയം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് മന്ത്രിതല സമിതിയുമായി കൂടിക്കാഴ്ച നടത്തും. തിരുവനന്തപുരം NCESSലെ റിട്ടയർഡ് സയന്റിസ്റ്റ് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്ത ദിവസങ്ങളിൽ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കും. ദുരന്ത സാധ്യതകൾ വിലയിരുത്തി ജനവാസ യോഗ്യമാണോ എന്ന് പരിശോധിക്കാനാണ് 6 അംഗ വിദഗ്ധ സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. അതോടൊപ്പം പുനരധിവാസത്തിനായി കണ്ടെത്തിയ ഭൂമിയും ഇതേ സംഘം പരിശോധിക്കും. വരുന്ന 22-ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകും. കൈരളി ന്യൂസ്, വയനാട്.